ഇപ്പോ നിന്റെ അമ്മാവനും അനിയനൊക്കെ മരണവെപ്രാളായിരിക്കും. അതുറപ്പല്ലേ? എന്റെ ഭാര്യ എന്റെ കമ്പനിയിലും പിടിമുറുക്കിയെന്ന് അവരൊക്കെ അറിയട്ടെ. അത് ഭയമായിട്ട് വളരുമ്പോഴാണ് മനുഷ്യത്വം അടുത്തുകൂടി പോവാത്ത ജന്മങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കുന്നത്. ഇനി ഈ പുണ്യസ്ഥലത്ത് പോലും ഗുണ്ടകൾ കയറില്ല എന്ന് പറയാൻ പറ്റില്ല. എടാ, അങ്ങനെ ഗുണ്ടകൾ കയറി എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഒരു കാരണവശാലും അവരെ ഇവിടേക്ക് പറഞ്ഞു വിട്ടവരെ നീ വെറുതെ വിടരുത്. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ മഹിക്ക് സംരക്ഷണം ഉറപ്പാക്കണം. അത് നീ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോടാ. അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ഉണ്ടായാൽ എല്ലാത്തിനും തളയ്ക്ക് ഞാൻ. കൂട്ടത്തോടെ എല്ലാത്തിനും ജയിലിലേക്ക് പറഞ്ഞുവിടും. നീ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച വക്കീലിന്റെ കുപ്പായെടുത്തണിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ കോടതി നിന്നില്ലെങ്കിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ഞാൻ പോവും. അതൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ സ്വത്തെന്നല്ല, കാലണ കിട്ടാൻ പോകുന്നില്ല. ആ, അതേപോലെ ഈ കമ്പനിക്കാരെയൊക്കെ മഹാലക്ഷ്മിയെ നോക്കാൻ ഏൽപ്പിച്ച പോലെ നിന്റെ സ്വത്തിന്റെ ഒരു അംശം പെട്ടെന്ന് തന്നെ മഹിയിലേക്ക് കൈമാറണം. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 50-50 ആക്കണം എല്ലാം. അതുപോലെ തന്നെ എല്ലാത്തിലും മഹിയെ നോമിനിയാക്കണം. ഇപ്പൊ തന്നെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിനക്കെന്തെങ്കിലും സംഭവിച്ച പോലും ഒന്നും കിട്ടരുത്. നീ നടക്കരുതെന്ന് പോലും ആഗ്രഹിച്ച നിന്റെ ബന്ധുക്കൾക്ക് ഇതൊന്നെടുത്ത്. ഇതെടുത്ത്. ഇത് കൊള്ളാലോ. നീ ഇങ്ങനെ കൊള്ളാന്ന് പറയാതെ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്ക്. ഇതെടുക്കണം. ശരി, ഇതും ഇതും. ഓക്കെ, ഇത് മൂന്നും എടുത്തോ. അതെ, അമ്മയായിട്ട് ഇനി ഒന്നുകൂടെ വരണം. ആ എടി, ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് അപ്പച്ചി കൂടി കൂടെ കൂട്ടാന്ന്. അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞാനല്ലോ. ആ ഇനിയിപ്പൊ കല്യാണത്തിന് മുമ്പ് അതിനുള്ള സമയമൊന്നുമില്ല. അതൊക്കെ ഞാൻ വന്നോളാം. ഒരു 10-70 പവനേ ഇപ്പൊ എടുക്കുന്നുള്ളൂ. ബാക്കി 30 പിന്നെ എടുക്കാം. ഇതെല്ലാം പാക്ക് ചെയ്തോളൂ. ശരി. ആ എന്നെ ഈ ജ്വല്ലറിന്ന് പുറത്താക്കി. അതുപോലെ തന്നെ പെങ്ങളുടെ കല്യാണത്തിന് കണ്ണൻ പങ്കെടുക്കുമെന്ന് തോന്നില്ല. കണ്ണനുണ്ടായിരുന്നെങ്കില് ഒരു 10-200 പവനെങ്കിലും ഇവിടെ നിന്ന് എടുത്തോളാം പറഞ്ഞേനെ. ആ അതുപോട്ടെ, ഇനിയിപ്പോ ഒരു 101 പവനെങ്കിലും പെങ്ങൾക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. അറിയില്ല സർ. ആ എന്നാ ഞങ്ങൾ അതങ്ങ് എടുക്കുക. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു വിലപേശലൊന്നും നടത്തരുത്. സാറിനറിയാലോ, ഇവിടെ നിന്ന് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് സ്വർണം കൊടുക്കാൻ കണ്ണൻ സാറിന്റെ അനുവാദം ഇല്ലാതെ പറ്റില്ലെന്ന്. ഇതിനു മുമ്പ് ഞാനും അമ്മയും കൂടെ എത്ര തവണ സ്വർണം എടുത്തിട്ടുണ്ട്. അന്നും ഞാൻ സാറിനോട് വിളിച്ചു ചോദിച്ചിട്ടാ തന്നിട്ടുള്ളത്. പിന്നീട് സാർ അതിന് പണം തന്നിട്ടുമുണ്ട്. ഇന്ന് തരാൻ പറ്റില്ല. ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോകും. അത് മേഡത്തോട് ചോദിച്ചിട്ട് കൊണ്ടുപോയിക്കോളൂ. ഏത് മേഡത്തോട്? കണ്ണൻ മാറിയപ്പോ മേഡമായോ? ഇനി എന്ത് കാര്യവും മഹാലക്ഷ്മി മേഡത്തോട് ചോദിച്ചിട്ടേ ചെയ്യാവുന്ന കണ്ണൻ സാറ് പറഞ്ഞിരിക്കുന്നത്. കേട്ടുള്ള പറഞ്ഞത്? മേഡത്തോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന്. ഞാൻ അങ്ങേരൊന്ന് വിളിക്കട്ടെ, എന്റെ ഏട്ടന്.